അധ്യായം 24. ഞാൻ സ്വാമി പരമ്പരയുടെ സന്യാസദീക്ഷ സ്വീകരിക്കുന്നു. ഗുരുദേവ, ബംഗാൾ നാഗ്പൂർ റെയിൽവേയിൽ ഒരു എക്സിക്യൂട്ടീവിൻ്റെ പദവി ഞാൻ സ്വീകരിക്കണമെന്ന് അച്ഛൻ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് തീർത്തും നിരാകരിച്ചിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷയോടെ കൂട്ടിച്ചേർത്തു. അങ്ങ് എന്നെ സ്വാമി പരമ്പരയിലെ ഒരു സന്യാസിയാക്കുകയില്ലേ? ഞാൻ അപേക്ഷാഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി. കഴിഞ്ഞ കൊല്ലങ്ങളിൽ എൻ്റെ നിശ്ചയത്തിൻ്റെ ആഴമളക്കാൻ വേണ്ടി ഇതേ അപേക്ഷ അദ്ദേഹം നിരസിച്ചിരുന്നു. ഇന്ന് ഏതായാലും അദ്ദേഹം ദയാവായ്പോടെ പുഞ്ചിരിച്ചു. ശരി, ഞാൻ നാളെ നിനക്ക് സന്യാസദീക്ഷ തരാം, അദ്ദേഹം ശാന്തമായി തുടർന്നു. ഒരു സന്യാസിയാകണമെന്ന ആഗ്രഹത്തിൽ നീ ഉറച്ചു നിന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ലാഹിരി മഹാശയൻ പലപ്പോഴും പറയുമായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ വസന്തകാല അതിഥിയായി വരുവാൻ ഈശ്വരനെ ക്ഷണിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ശിശിരകാലത്ത് അദ്ദേഹം വരികയില്ല. പ്രിയ ഗുരുദേവ, സമാരാധ്യനായ അങ്ങയെപ്പോലെ ഒരു സന്യാസിയാകണമെന്ന എൻ്റെ ആഗ്രഹം ഒരിക്കലും എനിക്ക് കൈവടിയാനാവില്ല. അളവറ്റ സ്നേഹാദരങ്ങളോടെ ഞാൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. ചില ആത്മീയാനുഷ്ഠാനങ്ങൾ വച്ചുപുലർത്തിയിരുന്ന ശേഷം വിവാഹിതരായ എൻ്റെ പല സുഹൃത്തുക്കളുടെയും ജീവിതങ്ങൾ ഞാൻ വിശകലനം ചെയ്തു നോക്കിയിരുന്നു. ലൗകിക ചുമതലകളുടെ സമുദ്രത്തിലേക്ക് വിക്ഷേപിക്കപ്പെട്ട അവർ അഗാധമായി ധ്യാനിക്കാനുള്ള ദൃഢപ്രതിജ്ഞകൾ വിസ്മരിച്ചു പോയിട്ടുണ്ട്. മഹാപ്രഭുവിന് ജീവിതത്തിലെ രണ്ടാമത്തെ സ്ഥാനം നൽകുകയെന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ലായിരുന്നു. ജന്മജന്മാന്തരങ്ങളിൽ മനുഷ്യന് നന്മകൾ നിശബ്ദമായി ചൊരിയുന്ന പ്രപഞ്ചത്തിൻ്റെ ഒരേ ഒരു ഉടമയാണ് അദ്ദേഹം. മനുഷ്യന് തിരിച്ചു നൽകാനാവുന്ന ഒറ്റ പാരിതോഷികമേ ഉള്ളൂ, നൽകാനോ നൽകാതിരിക്കാനോ അവന് കഴിയുന്ന അവൻ്റെ സ്നേഹം. സൃഷ്ടിയുടെ പരമാണുക്കളിൽ തൻ്റെ സാന്നിധ്യം ദുർഗ്രാഹ്യതയിൽ മറച്ചുവെക്കാൻ അനന്തമായി ക്ലേശം സഹിച്ച സ്രഷ്ടാവിന് ഒരൊറ്റ ഉദ്ദേശ്യം, ഉള്ളിൽ തട്ടുന്ന ആഗ്രഹം മാത്രമേ ഉണ്ടാകാൻ വഴിയുള്ളൂ. മനുഷ്യൻ തൻ്റെ സ്വതന്ത്രമായ ഇച്ഛ കൊണ്ട് അദ്ദേഹത്തെ അന്വേഷിക്കണം. സർവശക്തിത്വം എന്ന തൻ്റെ ഉരുക്കുമുഷ്ടി എല്ലാ വിനയ നമ്രതകളുടെയും എത്ര വിലോല മൃദുവസ്ത്രം കൊണ്ടാണ് അദ്ദേഹം പൊതിയാത്തത്. അടുത്ത ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്മരണീയമായ ദിനങ്ങളിൽ ഒന്നായിരുന്നു. സർവകലാശാല ബിരുദം നേടിയതിന് ഏതാനും ആഴ്ചകൾക്ക് ശേഷം 1915 ജൂലൈയിലെ സൂര്യപ്രകാശം തിരതല്ലിയ ഒരു വ്യാഴാഴ്ചയായിരുന്നു അത് എന്ന് ഞാൻ ഓർക്കുന്നു. ശ്രീരാമപുരം ആശ്രമത്തിൻ്റെ അകത്തെ ബാൽക്കണിയിൽ വെച്ച് ഗുരുദേവൻ ഒരു വെള്ളപ്പട്ടുതുണി സ്വാമി പരമ്പരയുടെ നിറമായ കാവിയിൽ മുക്കി. തുണി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു സന്യാസിയുടെ വസ്ത്രമെന്ന നിലയിൽ എൻ്റെ ഗുരുദേവൻ അത് എന്നെ ധരിപ്പിച്ചു. പട്ടുതുണി കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാശ്ചാത്യ ദേശത്ത് നീ ഒരിക്കൽ പോകും. അതിൻ്റെ പ്രതീകമായി സാധാരണമായ പരുത്തിത്തുണിക്ക് പകരം ഈ പട്ടാണ് ഞാൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്, അദ്ദേഹം പറഞ്ഞു. ഭാരതത്തിൽ സന്യാസിമാർ ദാരിദ്ര്യം എന്ന ആദർശം വരിക്കുന്നു. അന്നാട്ടിൽ പട്ടുവസ്ത്രം ധരിച്ച ഒരു സ്വാമി അപൂർവമാണ്. എന്നിരുന്നാലും ശരീരത്തിലെ ചില സൂക്ഷ്മ വൈദ്യുത പ്രവാഹങ്ങളെ നിലനിർത്തുന്ന പട്ടുവസ്ത്രങ്ങൾ പല യോഗിമാരും ധരിക്കുന്നു. ഞാൻ ചടങ്ങുകൾക്ക് എതിരാണ്, ശ്രീ യുക്തേശ്വരൻ അഭിപ്രായപ്പെട്ടു. ചടങ്ങുകൾ ഒഴിവാക്കിയ വിദ്യുത് രീതിയിൽ ഞാൻ നിന്നെ സ്വാമിയാക്കും. സന്യാസത്തിലേക്കുള്ള വിശദമായ ദീക്ഷ അഥവാ വിവിദിഷയിൽ ഒരു ഹോമമുണ്ട്. ഇതിൽ പ്രതീകാത്മകമായ മരണാനന്തര കർമ്മങ്ങളും നടത്തപ്പെടുന്നു. ശിഷ്യന്റെ ഭൗതിക ശരീരം മരിച്ചതായി സങ്കല്പിക്കപ്പെട്ട് ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്നു. എന്നിട്ട് പുതുതായി അവരോധിക്കപ്പെട്ട സ്വാമിക്ക് അയമാത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നിവ പോലെയുള്ള ഒരു മന്ത്രം നൽകുന്നു. ലാളിത്യത്തിലുള്ള തൻ്റെ താൽപ്പര്യം കാരണം ശ്രീ യുക്തേശ്വരൻ ഏതായാലും ഔപചാരികമായ എല്ലാ ചടങ്ങുകളും ഒഴിവാക്കിയിട്ട് എന്നോട് ഒരു പുതിയ പേര് തിരഞ്ഞെടുക്കാൻ മാത്രം ആവശ്യപ്പെട്ടു. അത് സ്വയം തിരഞ്ഞെടുക്കാനുള്ള വിശേഷ അവകാശം ഞാൻ നിനക്ക് നൽകുന്നു.
അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം ചിന്തിച്ച ശേഷം ഞാൻ പ്രതിവചിച്ചു. യോഗാനന്ദൻ. ഈശ്വരയോഗത്തിലൂടെ ആനന്ദം എന്ന് ഈ പേരിന് അർത്ഥം. അങ്ങനെയാവട്ടെ. മുകുന്ദലാൽ ഘോഷ് എന്ന കുടുംബനാമം നീ വെടിയുന്നു. സന്യാസി പരമ്പരയിൽ ഗിരിശാഖയിലെ യോഗാനന്ദൻ എന്ന് ഇനി നീ വിളിക്കപ്പെടും. ശ്രീ യുക്തേശ്വരൻ്റെ മുന്നിൽ നമസ്കരിക്കുകയും എൻ്റെ പുതിയ പേര് അദ്ദേഹം വിളിക്കുന്നത് ആദ്യമായി കേൾക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കൃതജ്ഞത നിറഞ്ഞു കവിഞ്ഞു. മുകുന്ദനെന്ന ബാലനെ ഒരിക്കൽ യോഗാനന്ദനെന്ന സന്യാസിയാക്കി മാറ്റാൻ എത്ര സ്നേഹത്തോടും അക്ഷീണമായുമാണ് അദ്ദേഹം കഠിനയത്നം ചെയ്തത്. ശങ്കരാചാര്യരുടെ സുദീർഘമായ സംസ്കൃത സ്തോത്രത്തിലെ ഏതാനും ശ്ലോകങ്ങൾ ഞാൻ ആഹ്ലാദത്തോടെ പാടി. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന്ന തേജോന വായുച്ഛിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ന മൃത്യുർന ശങ്ക ന മേ ജാതിഭേദ പിതാ നൈവ മേ നൈവ മാതാ ന ജന്മ ന ബന്ധുർ ന മിത്രം ഗുരുർനൈവ ശിഷ്യച്ഛിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുത്വം ച സർവത്ര സർവേന്ദ്രിയാണാം ന ച സംഗതോ നൈവ മുക്തിർന മേയച്ഛിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഭാരതത്തിൽ അനാദികാലം മുതൽ ആദരിക്കപ്പെടുന്ന സന്യാസി പരമ്പരയിൽ ഓരോ സ്വാമിയും ഉൾപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീ ശങ്കരാചാര്യർ ഇന്നത്തെ രൂപത്തിൽ പുനഃസംഘടിപ്പിച്ചതിന് ശേഷം ആ സന്യാസി പരമ്പരയെ സമാരാധ്യരായ ആചാര്യന്മാരുടെ തുടർച്ചയായ ഒരു ശൃംഖല നയിച്ചു പോന്നിട്ടുണ്ട്. ഓരോ മഠാധിപതിയും ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ എന്ന സ്ഥാനപ്പേര് വഹിക്കുന്നു. അസംഖ്യം, ഒരുപക്ഷെ 1 ദശലക്ഷം സന്യാസിമാരാണ് സന്യാസി പരമ്പരയിൽ ഉണ്ടാവുക. പരമ്പരയിൽ ചേരുന്നതിന് സന്യാസിമാരിൽ നിന്നു തന്നെ ദീക്ഷ സ്വീകരിക്കണമെന്ന വ്യവസ്ഥ ഇവർ പാലിക്കുന്നു. അങ്ങനെ സന്യാസി പരമ്പരയിലെ എല്ലാവരും ആദിശങ്കരാചാര്യർ എന്ന പൊതുഗുരുവിൽ അവരുടെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ ഉറവിടം കണ്ടെത്തുന്നു. അവർ നിർമ്മമത്വം, ബ്രഹ്മചര്യം, മഠാധിപതി അഥവാ ആത്മീയ അധികാരസ്ഥാനത്തോടുള്ള ആജ്ഞാനുവർത്തിത്വം എന്നിവയുടെ പ്രതിജ്ഞയെടുക്കുന്നു. കത്തോലിക്ക പുരോഹിത മഠങ്ങൾക്ക് അവയേക്കാൾ പുരാതനമായ ഹിന്ദു സന്യാസി പരമ്പരയോട് പലവിധത്തിലും സാമ്യമുണ്ട്. സന്യാസി പരമ്പരയിലെ 10 വിഭാഗങ്ങളിൽ ഒരെണ്ണവുമായി തൻ്റെ ഔപചാരിക ബന്ധം സൂചിപ്പിക്കുന്ന ഒരു പദം സ്വന്തം പേരിൻ്റെ കൂടെ ഒരു സ്വാമി ചേർക്കുന്നു. സ്വാമി ശ്രീ യുക്തേശ്വരനും അതുകൊണ്ട് ഞാനും ഉൾപ്പെടുന്ന ഗിരിവിഭാഗം ഈ ദശനാമികളിൽ ഉൾപ്പെടുന്നു. സാഗര, ഭാരതി, പുരി, സരസ്വതി, തീർത്ഥ, ആരണ്യ എന്നിവ മറ്റു ശാഖകളാണ്. സാധാരണയായി ആനന്ദൻ എന്ന് അവസാനിക്കുന്ന സന്യാസനാമം ഒരു പ്രത്യേക മാർഗം, അവസ്ഥ എന്നിവയിലൂടെയോ അല്ലെങ്കിൽ സ്നേഹം, ജ്ഞാനം, വിവേകം, ഭക്തി, സേവനം, യോഗം മുതലായ ദൈവിക ഗുണങ്ങളിലൂടെയോ മോക്ഷത്തിനുള്ള ഒരു സ്വാമിയുടെ ആഗ്രഹത്തെ എടുത്തുകാട്ടുന്നു. അദ്ദേഹത്തിൻ്റെ ഉപനാമം പ്രകൃതിയുമായുള്ള ശ്രുതിമധുരമായ പൊരുത്തം സൂചിപ്പിക്കുന്നു. മനുഷ്യരാശിയെ നിസ്വാർത്ഥമായി സേവിക്കുകയും വ്യക്തിപരമായ ബന്ധങ്ങളും ആഗ്രഹങ്ങളും നിശേഷം വെടിയുകയും ചെയ്യുക എന്ന ആദർശം മിക്ക സ്വാമിമാരെയും ഭാരതത്തിലോ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലോ മനുഷ്യകാരുണ്യപരവും വിദ്യാഭ്യാസപരവുമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതിലേക്ക് നയിക്കുന്നു. ജാതി, വർഗം, മതം, നിറം, ലിംഗം, വംശം എന്നിവയുടെ സമസ്ത ഭേദഭാവങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സ്വാമി മനുഷ്യ സാഹോദര്യത്തിൻ്റെ ആദർശങ്ങളെ പിന്തുടരുന്നു. പരമാത്മാവുമായുള്ള കേവല ഐക്യമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ജാഗ്രത്തിലും സുഷുപ്തിയിലും തൻ്റെ ബോധത്തെ സോഹം, അവൻ ഞാൻ തന്നെ എന്ന വിചാരത്താൽ പരിപൂരിതമാക്കി ഈ ലോകത്തിൽ തന്നെ, എന്നാൽ അതിൻ്റേതല്ലാതെ സംതൃപ്തനായി അദ്ദേഹം വിഹരിക്കുന്നു. അങ്ങനെ മാത്രമേ സ്വാമി, ആത്മാവുമായി താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കുന്നവൻ എന്ന പദവി അദ്ദേഹത്തിന് അന്വർത്ഥമാക്കാൻ കഴിയൂ. ശ്രീ യുക്തേശ്വരൻ ഒരു സ്വാമിയും ഒരു യോഗിയുമായിരുന്നു. സമാരാധ്യമായ ഒരു സന്യാസി പരമ്പരയുമായുള്ള തൻ്റെ ബന്ധത്തിൻ്റെ ബലത്തിൽ ഔപചാരികമായി സന്യാസിയായ ഒരു സ്വാമി ഒരു യോഗിയായിക്കൊള്ളണമെന്നില്ല. ആത്മസാക്ഷാത്കാരത്തിനായി ശാസ്ത്രീയമായ സാധനയുടെ ഒരു മാർഗം അവലംബിക്കുന്ന ഏതൊരാളും
ഒരു യോഗിയാണ്. അദ്ദേഹം വിവാഹിതനോ അവിവാഹിതനോ ആകാം. ലൗകിക ഉത്തരവാദിത്തങ്ങളോ ഔപചാരിക മതബന്ധങ്ങളോ ഉള്ളയാളുമാകാം. ഒരു സ്വാമി ശുഷ്കമായ യുക്തിയുടെ കഠിനമായ പരിത്യാഗത്തിൻ്റെ പാത മാത്രം പിന്തുടരുന്നത് മനസ്സിലാക്കാം. എന്നാൽ ഒരു യോഗി ശരീരവും മനസ്സും സുശിക്ഷിതമാക്കുകയും ആത്മാവിനെ ക്രമേണ മുക്തമാക്കുകയും ചെയ്യുന്ന നിയതമായ പടിപടിയായ ഒരു സാധനാക്രമം പാലിക്കുന്നു. വൈകാരികമായ കാരണങ്ങളാലോ വിശ്വാസത്തിൻ്റെ പേരിലോ അന്ധമായി ഒന്നും തന്നെ സ്വീകരിക്കാതെ ഒരു യോഗി പ്രാചീന ഋഷീശ്വരന്മാർ കൽപ്പിച്ച സമഗ്രമായി പരീക്ഷിക്കപ്പെട്ട സാധനാഭ്യാസങ്ങൾ അനുഷ്ഠിക്കുന്നു. ഭാരതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും പരമാർത്ഥത്തിൽ മുക്തരായ യഥാർത്ഥ യോഗീശ്വരന്മാരെ, ജീവൻ മുക്തരെ യോഗശാസ്ത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. മറ്റേതൊരു ശാസ്ത്രവും പോലെ യോഗശാസ്ത്രം ഏതു രാജ്യത്തെയും ഏതു കാലത്തെയും ജനങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. യോഗശാസ്ത്രം പാശ്ചാത്യർക്ക് അപകടകരമോ അനുയോജ്യമല്ലാത്തതോ ആണെന്ന് അജ്ഞരായ ചില എഴുത്തുകാർ മുന്നോട്ട് വയ്ക്കുന്ന വാദം തികച്ചും തെറ്റാണ്. യോഗാഭ്യാസത്തിൻ്റെ ബഹുവിധ അനുഗ്രഹങ്ങൾ തേടുന്നതിൽ നിന്ന് ഇത് ആത്മാർത്ഥതയുള്ള അനേകം വിദ്യാർത്ഥികളെ പരിതാപകരമാം വണ്ണം വിലക്കിയിട്ടുണ്ട്. ചിന്തകളുടെ സ്വാഭാവികമായ പ്രക്ഷുബ്ധതയെ അടക്കാനുള്ള ഒരു മാർഗമാണ് യോഗശാസ്ത്രം. ചിന്തകളുടെ പ്രക്ഷുബ്ധത അതിനെ അടക്കാത്ത പക്ഷം തങ്ങളുടെ യഥാർത്ഥ സ്വഭാവമായ ആത്മാവിനെ കണ്ടെത്തുന്നതിൽ നിന്ന് എല്ലാ രാജ്യത്തിലെയും എല്ലാവരെയും ഒരേപോലെ തടയുന്നു. രോഗവിമോചകമായ സൂര്യപ്രകാശം പോലെ പൗരസ്ത്യ പാശ്ചാത്യ ദേശങ്ങളിലെ മനുഷ്യർക്ക് ഒരേപോലെ ഗുണകരമാണ് യോഗാഭ്യാസം. മിക്ക മനുഷ്യരുടെയും ചിന്തകൾ അസ്വസ്ഥവും ചഞ്ചലവുമാണ്. അതുകൊണ്ടുതന്നെ മനോനിയന്ത്രണത്തിൻ്റെ ശാസ്ത്രമായ യോഗാഭ്യാസത്തിൻ്റെ ആവശ്യകത സ്പഷ്ടമാണ്. യോഗത്തെ ചിത്തവൃത്തി നിരോധം എന്ന് പുരാതന കാലത്തെ ഋഷിവര്യനായ പതഞ്ജലി നിർവചിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഹ്രസ്വവും പ്രഗത്ഭവുമായ കൃതി യോഗസൂത്രങ്ങൾ ഹൈന്ദവ ദർശനശാസ്ത്രത്തിലെ 6 ദർശനങ്ങളിൽ ഒന്നാണ്. പാശ്ചാത്യ ദർശനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈന്ദവ ഷഡ്ദർശനങ്ങളിൽ താത്വിക ശിക്ഷണത്തിനുപരി പ്രായോഗിക അഭ്യസനവും സന്നിവേശിപ്പിച്ചിരിക്കുന്നു. സാധ്യമായ എല്ലാ സത്വവിദ്യാശാസ്ത്രങ്ങളും പരിചിന്തനങ്ങളും പഠിച്ച ശേഷം 6 നിശ്ചിത വിജ്ഞാന ശാഖകളാണ് ഹൈന്ദവ ദർശനം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇവയുടെ ലക്ഷ്യം ശാശ്വതമായ ദുരിത നിവാരണവും കാലാതിശായിയായ പരമാനന്ദ ലബ്ധിയുമാണ്. നേരിട്ട് പരമസത്യം ദർശിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങൾ ഉൾക്കൊള്ളുന്നതായി ഷഡ്ദർശനങ്ങളുടെ കൂട്ടത്തിൽ യോഗസൂത്രത്തെ പിൽക്കാല ഉപനിഷത്തുകൾ ഉയർത്തിക്കാട്ടുന്നു. യോഗസാധനയുടെ പ്രായോഗിക സങ്കേതങ്ങളിലൂടെ മനുഷ്യൻ പരിചിന്തനകളുടെ ഊഷരമേഖലകളെ എന്നേക്കുമായി വെടിഞ്ഞ് യാഥാർത്ഥ്യത്തിൻ്റെ ചൈതന്യസത്തയുടെ പ്രത്യക്ഷാനുഭൂതി കൈവരിക്കുന്നു. പതഞ്ജലിയുടെ യോഗപദ്ധതി അഷ്ടാംഗയോഗം എന്ന് അറിയപ്പെടുന്നു. ആദ്യപടികൾ 1 യമം സദാചാരം, 2 നിയമം ധർമാനുഷ്ഠാനം എന്നിവയാണ്. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നിവയുടെ പാലനമാണ് യമം. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം എന്നിവയാണ് നിയമത്തിൻ്റെ അനുശാസനങ്ങൾ. അടുത്ത പടികൾ 3 ആസനം, ധ്യാനത്തിനായി നട്ടെല്ല് നിവർത്തി ശരീരത്തെ സുഖകരമായ ഒരു സ്ഥിതിയിൽ ഉറപ്പിച്ച് ഇരിക്കുക. 4 പ്രാണായാമം, സൂക്ഷ്മമായ പ്രാണശക്തിയുടെ നിയന്ത്രണം. 5 പ്രത്യാഹാരം, ബാഹ്യവസ്തുക്കളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക എന്നിവയാണ്. അവസാന പടികളാണ് യോഗത്തിൻ്റെ യഥാർത്ഥ ഭാഗം. 6 ധാരണ, ഏകാഗ്രത, മനസ്സിനെ ഒരു ചിന്തയിൽ ഉറപ്പിച്ചു നിർത്തുക. 7 ധ്യാനം. 8 സമാധി. യോഗത്തിൻ്റെ ഈ അഷ്ടാംഗമാർഗം ബുദ്ധിഗ്രാഹ്യതയ്ക്ക് അതീതമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്ന കൈവല്യം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് യോഗിയെ നയിക്കുന്നു. ഒരു സ്വാമിയാണോ അതോ ഒരു യോഗിയാണോ കൂടുതൽ ശ്രേഷ്ഠൻ എന്ന് ഒരാൾ ചോദിച്ചേക്കാം. ഈശ്വര താതാത്മ്യം പ്രാപിക്കുമ്പോൾ വിവിധ മാർഗങ്ങളുടെ വ്യത്യാസങ്ങൾ മറയും. എന്നാലും യോഗമാർഗം സർവഗ്രാഹിയാണെന്ന് ഭഗവത്ഗീത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൻ്റെ മാർഗങ്ങൾ സന്യാസ ജീവിതത്തിന് താൽപ്പര്യമുള്ള അപൂർവം ചിലരെപ്പോലെ പ്രത്യേക തരക്കാരെയോ സ്വഭാവക്കാരെയോ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. യോഗാഭ്യാസത്തിന് ഏതെങ്കിലും മതത്തോടോ വിശ്വാസത്തോടോ ഉള്ള
ഔപചാരികമായ കൂറ് ഒന്നും ആവശ്യമില്ല. യോഗശാസ്ത്രം സാർവലൗകികമായ ഒരു ആവശ്യം നിറവേറ്റുന്നതുകൊണ്ട് അതിന് സ്വാഭാവികമായ ഒരു സാർവലൗകിക വശ്യതയുണ്ട്. ഒരു യഥാർത്ഥ യോഗിക്ക് കർത്തവ്യനിരതനായി ലോകത്ത് കഴിയാം. അവിടെ അദ്ദേഹം വെള്ളത്തിലിട്ട വെണ്ണ പോലെയാണ്. അല്ലാതെ വെണ്ണയ്ക്ക് വേണ്ടി കടയാത്ത, പെട്ടെന്ന് വെള്ളത്തോട് ചേരുന്ന അശിക്ഷിതരായ മനുഷ്യരാശി എന്ന പാൽ പോലെയല്ല. അഹന്താനിർഭരമായ ആഗ്രഹങ്ങളിൽ മാനസികമായ കെട്ടുപാടുകൾ വരുത്തിവെക്കാതെ ഇരിക്കുകയും ഈശ്വരന്റെ കൈകളിൽ പൂർണ്ണമനസ്സോടെ സമർപ്പിക്കപ്പെട്ട ഒരു ഉപകരണമെന്ന നിലയിൽ ജീവിതത്തിലെ തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുകയും ചെയ്താൽ തൻ്റെ ലൗകിക കൃത്യനിർവഹണം മനുഷ്യനെ ഈശ്വരനിൽ നിന്ന് അകറ്റണമെന്നില്ല. യോഗിയെന്നോ സ്വാമിയെന്നോ ഒരിക്കലും കേട്ടിട്ടില്ലെങ്കിലും ആ പേരുകൾക്ക് യഥാർത്ഥ മാതൃകകളായ അനേകം മഹാത്മാക്കൾ അമേരിക്കയിലോ യൂറോപ്പിലോ മറ്റ് അഹിന്ദു സമുദായങ്ങളിലോ ഇന്ന് ജീവിക്കുന്നുണ്ട്. അവരുടെ നിസ്വാർത്ഥ സേവനത്തിലൂടെയോ വികാരങ്ങളുടെയും ചിന്തകളുടെയും മേലുള്ള നിയന്ത്രണം കൊണ്ടോ അചഞ്ചലമായ ഈശ്വരപ്രേമത്താലോ ഏകാന്ത ധ്യാനത്തിൻ്റെ അപാര പ്രഭാവം കൊണ്ടോ അവർ ഒരർത്ഥത്തിൽ യോഗിമാരാണ്. ആത്മസംയമനം എന്ന യോഗശാസ്ത്രമാണ് അവർ സ്വയം ലക്ഷ്യം വയ്ക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിനും ജീവിതത്തിനും കുറെ കൂടി ബോധപൂർവമായ ഒരു ലക്ഷ്യം സാധ്യമാക്കുന്ന യോഗാഭ്യാസത്തിൻ്റെ നിശ്ചിതമായ ശാസ്ത്രം പഠിപ്പിച്ചാൽ ഇവർക്ക് കൂടുതൽ ഉന്നതി പ്രാപിക്കുവാൻ കഴിയും. ചില പാശ്ചാത്യ ഗ്രന്ഥകാരന്മാർ യോഗശാസ്ത്രത്തെ ഉപരിപ്ലവമായ രീതിയിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പക്ഷേ അതിൻ്റെ വിമർശകർ ഒരിക്കലും യോഗാഭ്യാസം ചെയ്യുന്നവരായിരുന്നില്ല. യോഗശാസ്ത്രത്തിന് ലഭിച്ചിട്ടുള്ള നിരവധി ചിന്താബന്ധുരമായ പ്രശംസാവചനങ്ങളിൽ പ്രസിദ്ധ സ്വിസ് മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ CG യുങ്ങിൻ്റേത് എടുത്തു പറയത്തക്കതാണ്. മതപരമായ ഒരു അനുഷ്ഠാന പദ്ധതി ശാസ്ത്രീയം എന്ന് സ്വയം ശുപാർശ ചെയ്യുമ്പോൾ അതിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ജനപ്രീതി ഉറപ്പാക്കാം. യോഗശാസ്ത്രം ജനപ്രതീക്ഷ നിറവേറ്റുന്നു. ഡോക്ടർ യുങ് എഴുതുന്നു. പുതുമയുടെ വശ്യതയും പാതി മനസ്സിലായതിൻ്റെ ആകർഷണീയതയും ഇരിക്കെ തന്നെ നിരവധി അനുയായികളെ ലഭിക്കാൻ തക്ക കാരണം യോഗശാസ്ത്രത്തിനുണ്ട്. യോഗാഭ്യാസത്തിന് നിയന്ത്രണ വിധേയമാക്കാവുന്ന അനുഭവം സാധ്യമാണ്. അങ്ങനെ വസ്തുതകളാണ് വേണ്ടതെന്ന ശാസ്ത്രീയ നിബന്ധനകളെ യോഗം തൃപ്തിപ്പെടുത്തുന്നു. കൂടാതെ അതിൻ്റെ പരപ്പും ആഴവും സമാരാധ്യമായ പൗരാണികതയും ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന സിദ്ധാന്തം, അനുഷ്ഠാനവിധികൾ എന്നിവയും കൊണ്ട് സ്വപ്നം കാണാത്ത സാധ്യതകൾ അത് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. മതപരമോ ദാർശനികമോ ആയ ഓരോ അനുഷ്ഠാനവും മനഃശാസ്ത്രപരമായ അച്ചടക്കത്തെ, അതായത് ഒരു മാനസികമായ ആരോഗ്യ വിജ്ഞാന പദ്ധതിയെയാണ് ഉദ്ദേശിക്കുന്നത്. യോഗശാസ്ത്രത്തിലെ തികച്ചും ശാരീരികമായ അഭ്യാസങ്ങൾ ശാരീരികമായ ഒരു ആരോഗ്യ പദ്ധതിയും ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് സാധാരണ കായിക പരിശീലനത്തെയും ശ്വാസോച്ഛ്വാസ വ്യായാമത്തെയും കാൾ ഗുണമേന്മയുള്ളതാണ്. കാരണം വെറും യാന്ത്രികവും ശാസ്ത്രീയവും മാത്രമല്ല, ദാർശനികം കൂടിയാണ് ഇത്. യോഗാഭ്യാസത്തിൽ ശരീരഭാഗങ്ങളുടെ പരിശീലനം അവയെ സമ്പൂർണമായ ആത്മാവിൽ സംയോജിപ്പിക്കുന്നു. ഉദാഹരണത്തിന് പ്രാണായാമ വ്യായാമങ്ങളിൽ പ്രാണൻ ഒരേ സമയം ശ്വാസവും പ്രപഞ്ചത്തിൻ്റെ സാർവലൗകിക പ്രവർത്തന ചൈതന്യവുമാണ്. യോഗാഭ്യാസം യോഗശാസ്ത്രം അടിസ്ഥാനമാക്കിയ ആശയങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായാൽ നിഷ്ഫലമായിരിക്കും. അത് ശാരീരികമായവയെ ആത്മീയതയോട് വിസ്മയകരമായ രീതിയിൽ സമ്പൂർണമായി സമന്വയിപ്പിക്കുന്നു. ഈ ആശയങ്ങളും അനുഷ്ഠാനങ്ങളും പൗരസ്ത്യദേശത്താണ് വികാസം പ്രാപിച്ചത്. അനേകായിരം വർഷത്തെ തുടർച്ചയായ പാരമ്പര്യമാണ് ഇവിടെ ഇതിന് ആവശ്യമായ ആത്മീയ അടിത്തറ സൃഷ്ടിച്ചത്. എനിക്ക് സംശയം കൂടാതെ വിശ്വസിക്കാൻ കഴിയുന്നതുപോലെ ശരീരത്തെയും മനസ്സിനെയും ഏകീഭവിപ്പിക്കാനുള്ള കുറ്റമറ്റതും ഉത്തമവുമായ പദ്ധതിയാണ് യോഗം. അങ്ങനെ ദേഹീദേഹ സംയോഗത്തിൻ്റെ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു ഐക്യം സൃഷ്ടിക്കപ്പെടുന്നു. ഈ സംയോഗം ബോധതലത്തിന് ഉപരിയായി ഉയരുന്നു. അന്തർധാന ശകലങ്ങൾ സാധ്യമാക്കുന്ന മനഃശാസ്ത്രപരമായ ഒരവസ്ഥ സൃഷ്ടിക്കുന്നു. ബാഹ്യപ്രകൃതിയുടെ കീഴടക്കൽ പോലെ തന്നെ ആത്മനിയന്ത്രണത്തിൻ്റെ ആന്തരിക ശാസ്ത്രവും ആവശ്യമാണെന്ന് കാണുന്ന പാശ്ചാത്യ ദിനം അടുത്തുവരികയാണ്.
ജഡവസ്തു യഥാർത്ഥത്തിൽ ഊർജം ഘനീഭവിച്ചതാണെന്ന ഇപ്പോൾ അവിതർക്കിതമായ ശാസ്ത്രീയ സത്യം മനുഷ്യൻ്റെ മനസ്സിന് സ്വബോധം നൽകി അതിനെ വിശാലമാക്കുന്നത് ഈ ആണവയുഗം കാണും. കല്ലിലും ലോഹത്തിലും ഉള്ളതിനേക്കാൾ ശക്തമായ ഊർജം മനുഷ്യ മനസ്സിന് വിമോചിപ്പിക്കാനാവും, ആകണം. അല്ലാത്തപക്ഷം പുതുതായി അഴിച്ചുവിട്ട ഭൗതിക ആണവരാക്ഷസൻ വകതിരിവില്ലാത്ത നശീകരണവുമായി ലോകത്തിനെതിരെ തിരിയും. മനുഷ്യന് ആറ്റം ബോംബിലുള്ള ഉത്കണ്ഠയുടെ പരോക്ഷമായ ഒരു പ്രയോജനം യോഗശാസ്ത്രത്തിലുള്ള വർദ്ധിച്ച പ്രായോഗിക താൽപ്പര്യമാവാം. ബോംബിന് അഭേദ്യമായ ഒരു യഥാർത്ഥ അഭയസ്ഥാനം. നല്ല പരിജ്ഞാനമില്ലാത്ത ധാരാളം ആളുകൾ യോഗത്തെ ഹഠയോഗമെന്ന് പറയുകയോ ഇന്ദ്രജാലം അദ്ഭുതസിദ്ധികൾ നേടുന്നതിനുള്ള ദുർമന്ത്രവാദം എന്നൊക്കെ കരുതുകയോ ചെയ്യുന്നു. എന്തായാലും യോഗം എന്ന പദം കൊണ്ട് പണ്ഡിതന്മാർ അർത്ഥമാക്കുന്നത് യോഗസൂത്രത്തിൽ പതഞ്ജലി സൂത്രമെന്നും ഇത് അറിയപ്പെടുന്നു നിർദ്ദേശിച്ചിരിക്കുന്ന പദ്ധതിയാണ് രാജയോഗം. ഈശ്വരതാദാത്മ്യം പ്രാപിച്ച ദിവ്യനായ സദാശിവേന്ദ്ര ഉൾപ്പെടെ ഭാരതത്തിലെ അതിമഹാന്മാരായ ചിന്തകരെ ഭാഷ്യങ്ങൾ രചിക്കാൻ പ്രചോദിപ്പിച്ച ഗാംഭീര്യമുള്ള തത്വചിന്തകൾ ആ കൃതി ഉൾക്കൊള്ളുന്നു. വേദത്തെ ആസ്പദമാക്കിയുള്ള മറ്റ് 5 പ്രാചീന ദർശനങ്ങളെപ്പോലെ യോഗസൂത്രവും സദാചാരപരമായ വിശുദ്ധി എന്ന മാസ്മരവിദ്യയെ, യമനിയമങ്ങളുടെ 10 കൽപ്പനകളെ ദാർശനികമായ അന്വേഷണത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത പ്രാഥമിക തത്വമായി കണക്കാക്കുന്നു. പാശ്ചാത്യദേശത്ത് നിഷ്കർഷിക്കാത്ത വ്യക്തിപരമായ ഈ പെരുമാറ്റച്ചട്ടം 6 ഭാരതീയ ദർശനങ്ങൾക്കും ശാശ്വതമായ ചൈതന്യം പകർന്നിട്ടുണ്ട്. പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഋതം മനുഷ്യഭാഗധേയത്തെ നിർണയിക്കുന്ന ധാർമ്മിക സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. സാർവലൗകികമായ സദാചാര നിയമങ്ങൾ പാലിക്കുന്നതിന് മടിക്കുന്നവർ സത്യത്തെ ഗൗരവബുദ്ധ്യാ പിന്തുടരാൻ കൂട്ടാക്കുന്നവരല്ല. യോഗസൂത്രത്തിലെ 3-ാം വിഭാഗം പലവിധ അദ്ഭുത യോഗശക്തികളെ, വിഭൂതികളെയും സിദ്ധികളെയും പറ്റി പരാമർശിക്കുന്നു. യഥാർത്ഥ അറിവ് എപ്പോഴും ശക്തിയാണ്. യോഗമാർഗത്തെ 4 ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഓരോന്നിനും അതിൻ്റെ വിഭൂതി പ്രകാശനങ്ങളുമുണ്ട്. ഒരു പ്രത്യേക ശക്തി നേടുമ്പോൾ താൻ 4 ഘട്ടങ്ങളിൽ ഒന്നിൻ്റെ പരീക്ഷകൾ വിജയകരമായി കടന്നുകൂടിയിരിക്കുന്നുവെന്ന് യോഗി മനസ്സിലാക്കുന്നു. ഓരോ ഘട്ടങ്ങളുടെയും ലക്ഷണമായ സിദ്ധികളുടെ ആവിർഭാവം യോഗസമ്പ്രദായത്തിൻ്റെ ശാസ്ത്രീയ ഘടനയുടെ തെളിവാണ്. ഇതുമൂലം തൻ്റെ ആത്മീയ പുരോഗതിയെപ്പറ്റിയുള്ള സാധകൻ്റെ മിഥ്യാസങ്കല്പങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു. പ്രമാണമാണ് ആവശ്യം. പരമാത്മാവുമായുള്ള ഐക്യം മാത്രമായിരിക്കണം ഏകലക്ഷ്യമെന്ന് പതഞ്ജലി സാധകന് മുന്നറിയിപ്പ് നൽകുന്നു. അല്ലാതെ അത് പവിത്രമായ ആ പാതയുടെ വക്കിലെ പുഷ്പങ്ങളായ വിഭൂതികളുടെ സമാർജനമായിക്കൂടാ. അദ്ദേഹത്തിൻ്റെ പ്രാതിഭാസികമായ സമ്മാനങ്ങളെയല്ല, ആ നിത്യഭാസനെ തേടൂ. ഈശ്വര സാക്ഷാത്കാരത്തിൽ കുറഞ്ഞ ഏതെങ്കിലും നേട്ടത്തിൽ സംതൃപ്തനാകുന്ന സാധകന് മുന്നിൽ ഈശ്വരൻ സ്വയം വെളിപ്പെടുന്നില്ല. അതുകൊണ്ട് കഠിന സാധന ചെയ്യുന്ന യോഗി തൻ്റെ പ്രാതിഭാസിക വിഭൂതികൾ കാട്ടാതിരിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നു. കാരണം മിഥ്യാഹങ്കാരം ഉണർത്തി ആത്യന്തികമായ കൈവല്യം പ്രാപിക്കുന്നതിൽ നിന്ന് താൻ തൻ്റെ ശ്രദ്ധയെ തിരിക്കാൻ പാടില്ല. ആത്യന്തിക ലക്ഷ്യത്തിൽ യോഗി എത്തിക്കഴിയുമ്പോൾ തൻ്റെ ഇഷ്ടപ്രകാരം വിഭൂതികൾ പ്രവർത്തിപ്പിക്കുകയോ അങ്ങനെ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നു. അത്ഭുതകരമോ അല്ലാത്തതോ ആയ എല്ലാ പ്രവൃത്തികളും അപ്പോൾ കർമ്മബദ്ധമല്ലാതെ പ്രവർത്തിപ്പിക്കപ്പെടുന്നു. വ്യക്തിപരമായ അഹന്തയുടെ കാന്തം ഇനിയും നിലനിൽക്കുന്നിടത്ത് മാത്രമേ കർമ്മത്തിൻ്റെ ഇരുമ്പ് തരികൾ ആകർഷിക്കപ്പെടുന്നുള്ളൂ.